ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഡേ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് എത്തിയില്ലേ, പാഠങ്ങളൊക്കെ പഠിച്ചായിരുന്നു. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡേ 1ഉം 2ഉം നമ്മൾ നോക്കിയായിരുന്നു. 10 പ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അടുത്ത പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ കൂട്ടുകാരൻ്റെ പേര്, സ്കൂളിൻ്റെ പേര്, ഡിവിഷൻ ഒക്കെ എഴുതാനായിട്ട് സ്പേസ് ഉണ്ട്. അവിടെ തെറ്റാതെ കൂട്ടുകാർ എഴുതുക കേട്ടോ. തൊട്ടടുത്തായിട്ട് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. പ്രവർത്തനം 1, നാമം എഴുതണം, അതായത് പേരുകൾ എഴുതുക. ഇവിടെ കണ്ടോ കൂട്ടുകാരെ, വസ്തുവിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. പെട്ടി, ബോള്, ടിന്ന്, ഐസ്ക്രീം കോണ്, പുസ്തകം. ഇവയുടെ ആകൃതി എപ്രകാരമാണെന്ന് നമുക്ക് എഴുതണം കേട്ടോ. നോക്കിയേ, ക്യൂബ്, പെട്ടി ക്യൂബ് ആകൃതിയാണ്. പിന്നെയോ ബോള് സ്പിയർ ആകൃതി അഥവാ ഗോളാകൃതിയാണ്. ടിൻ കുപ്പി സിലിണ്ടർ ആകൃതിയാണ്. കോണിക് ഷേപ്പ് എന്ന് പറയുന്നത് ഐസ്ക്രീം കോണാണ്. അടുത്ത് പുസ്തകം ക്യൂബോയിഡ് ലംബാകാര ആകൃതിയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചോദിച്ചാൽ കൂട്ടുകാരെ എഴുതാൻ പഠിക്കുക. അടുത്ത് നോക്കിയ പ്രവർത്തനം 2, വരയ്ക്കുക, നിറം നൽകുക. ഇവിടെ കണ്ടോ, ചതുരം, ത്രികോണം, വൃത്തം, ഓരോന്നിനും ഓരോ നിറങ്ങളാണ് കൊടുക്കേണ്ടതിന്. ചതുരത്തിന് പച്ച നിറവും, ത്രികോണത്തിന് ഓറഞ്ച് നിറവും, വൃത്തത്തിന് നീല നിറവും കൊടുക്കണം. അങ്ങനെ ചിത്രം നമുക്ക് ഭംഗിയാക്കാം. കണ്ടോ കൂട്ടുകാരെ? കണ്ടു. ഇതുപോലെ കൂട്ടുകാർക്ക് ചിത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതും കൂട്ടുകാർ ചെയ്യുക കേട്ടോ. അനുയോജ്യമായ നിറങ്ങൾ തന്നെ കൂട്ടുകാർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത് നോക്കിയ പ്രവർത്തനം 2, എണ്ണി എഴുതാം. റോസ്, ചെമ്പരത്തി, മുല്ല, ഓരോ പാത്രത്തിലും പൂക്കൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. അവ ഓരോന്നും എണ്ണി എഴുതി നോക്കിയേ. കൂടുതൽ ഏതാണെന്നും കുറവ് ഏതാണെന്നും നമുക്ക് എഴുതാനുണ്ട്. നോക്കാം. റോസ് 3 എണ്ണം, ചെമ്പരത്തി 5 എണ്ണം, മുല്ല 6 എണ്ണം. കൂടുതൽ ഏതാണ് കൂട്ടുകാരെ? മുല്ലയാണ്. എത്ര എണ്ണം? 6 എണ്ണം. കുറവോ? റോസാണ്. എത്ര എണ്ണമാണ്? 3 എണ്ണം. അടുത്ത് പ്രവർത്തനം 3, നിറം നൽകാം, എഴുതാം. 2 ചുവപ്പ്, 3 മഞ്ഞ. ഈ ചിത്രത്തിൽ നമുക്ക് 2 പൂക്കൾക്ക് ചുവപ്പ് നിറവും 3 എണ്ണത്തിന് മഞ്ഞ നിറവും കൊടുക്കണം. അടുത്ത് 4 എണ്ണത്തിന് ചുവപ്പ് നിറവും 1ന് മഞ്ഞ നിറവും കൊടുക്കാം. മൂന്നാമത്തെ ചിത്രം കണ്ടില്ലേ, 5 ചുവന്ന പൂക്കളാണുള്ളത്, 5 മഞ്ഞ കൂടെ വരച്ചോളൂ. ഇനി പ്രവർത്തനം 4, എണ്ണി എഴുതാം, വരച്ചു ചേർക്കാം. ഇതിലെ പൂക്കൾ കണ്ടോ കൂട്ടുകാരെ, നമുക്ക് എണ്ണി അവയെ എഴുതാം. ഒന്നാമത്തേൽ 6, രണ്ടാമത്തേൽ 7, മൂന്നാമത്തേൽ 8, നാലാമത്തേലോ 5. എഴുതിക്കോളൂ. അടുത്ത് പ്രവർത്തനം 5, എണ്ണാം, കൂട്ടി എഴുതാം. ഇവിടെ കണ്ടോ, വനിതയ്ക്ക് കിട്ടിയ പൂക്കളാണ് ആദ്യം തന്നിരിക്കുന്നത്. അടുത്ത് കലയ്ക്ക് കിട്ടിയ പൂക്കളാണ്. പൂക്കളുടെ എണ്ണം എത്രയാണ്? ചെമ്പരത്തി പൂക്കളുടെ എണ്ണം എത്രയാണ്? 5ഉം 2ഉം 7 എണ്ണമാണുള്ളത്. അടുത്ത് ജമന്തി പൂക്കളുടെ എണ്ണമോ? 3, 4. വനിതയ്ക്ക് 3ഉം കലയ്ക്ക് 4ഉമാണ് കിട്ടിയത്. അങ്ങനെ 7. അടുത്ത് വെള്ളപ്പൂവോ? വനിതയ്ക്ക് 4ഉം കലയ്ക്ക് 3ഉമാണ് കിട്ടിയത്. പിന്നെ ഒന്നുകൂടെ ചേർന്നാൽ 7 ആയില്ലേ. അപ്പോൾ കൂട്ടുകാരുടെ ഗണിതം പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ക്വസ്റ്റ്യൻസൊക്കെ തയ്യാറാക്കിയിരുന്നത്. കൂട്ടാനും കുറയ്ക്കാനും കൂട്ടത്തിൽ പെടാതെ ഏതാണെന്നൊക്കെ കണ്ടെത്താനൊക്കെ കൂട്ടുകാർ പഠിച്ചിരിക്കുക. നിറം നൽകാനും ഏത് ആകൃതിയിലുള്ള വസ്തുക്കളാണെന്ന് തിരിച്ചറിയാനും ഒക്കെ പഠിച്ചിരിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത എക്സാം സ്പെഷ്യലുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്